നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഖത്തറിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സമയപരിധി ലംഘിച്ചാൽ വാഹനം ട്രാഫിക് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യും എന്നാണ് അറിയിപ്പ്. ജൂലൈ 27 മുതൽ 30 ദിവസത്തിനുള്ളിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കണമെന്നാണ് ട്രാഫിക് ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പ്. കാലാവധി ലംഘിക്കുന്നവർക്ക് യാതൊരു ഇളവുകളും ഉണ്ടാകില്ലെന്നും സാങ്കേതിക പരിശോധനയ്ക്ക് 10 മുതൽ 15 മിനിറ്റുകൾ മാത്രമാണ് വേണ്ടതെന്നും ലൈസൻസിംഗ് കാര്യാലയത്തിലെ രജിസ്ട്രേഷൻ വിഭാഗം തലവൻ ലഫ്റ്റനന്റ് കേണൽ ഹമദ് അലി അൽ മുഅന്നദി പറഞ്ഞു. മെട്രാഷ് ആപ്പിലൂടെ പുതുക്കൽ നടപടികൾ ഇപ്പോൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. ആപ്പിലൂടെ ട്രാഫിക് നിയമലംഘനങ്ങൾ കാണാനും അവയ്ക്കെതിരെ അപ്പീൽ നൽകാനും ഉപയോക്താക്കൾക്ക് സൗകര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പൊതുയിടങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിയമലംഘനമാണെന്ന് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നും അനധികൃത ഉപയോഗം ഒഴിവാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കാരവനുകളും ബോട്ടുകളും നിശ്ചിത മേഖലയ്ക്ക് പുറത്ത് പാർക്ക് ചെയ്യുന്നതും സ്വകാര്യ ആവശ്യങ്ങൾക്ക് പാതകളും പൊതുസ്ഥലങ്ങളും ഉപയോഗിക്കുന്നതും റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നിയമലംഘനമാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. രാജ്യത്തുടനീളം നിരവധി നിയമലംഘനങ്ങൾ ഇതിനോടകം മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ പ്രാദേശിക മുനിസിപ്പൽ ഓഫീസുമായി നേരിൽ ബന്ധപ്പെട്ടും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാം. പാർക്കിംഗ് അനുവദിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിലവിൽ വലിയ തോതിൽ പിഴ ചുമത്തുന്നുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ഒമാനിൽ കഴിഞ്ഞ വർഷമുണ്ടായ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 586 പേരെന്ന് റിപ്പോർട്ട്. 1854 റോഡ് അപകടങ്ങളിലാണ് ഇത്രയും പേരുടെ ജീവനുകൾ പൊലിഞ്ഞത്. 2024 റോഡ് അപകടങ്ങളിൽ 293 പ്രവാസികളാണ് ഒമാനിൽ മരിച്ചത് എന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമുണ്ടായ റോഡ് അപകടങ്ങളിൽ 586 ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1936 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ 235 പുരുഷ ഡ്രൈവർമാരും 125 പുരുഷ യാത്രക്കാരും 131 പുരുഷ കാൽനട യാത്രക്കാരും ഉൾപ്പെടുന്നുണ്ട്. 17 സ്ത്രീ ഡ്രൈവർമാർ, 50 യാത്രക്കാരായ സ്ത്രീകൾ, 28 കാൽനടക്കാരായ സ്ത്രീകൾ എന്നിവരും ഈ അപകടങ്ങളിൽ മരിച്ചു. 2024 റോഡ് അപകടങ്ങളിൽ 293 പ്രവാസികളാണ് മരിച്ചത്. ഇതിൽ 215 പുരുഷന്മാരും 78 സ്ത്രീകളും ഉൾപ്പെടും. മരിച്ച ഒമാനികളിൽ 276 പുരുഷന്മാരും 17 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചും മറ്റു വസ്തുക്കളിൽ ഇടിച്ചുമാണ് അപകടങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടായത്. അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ വേഗത, അശ്രദ്ധ, ക്ഷീണം, ഓവർടേക്കിംഗ് എന്നിവയാണെന്ന് പോലീസ് അറിയിച്ചു. റോഡുകളിലെ മോശം പെരുമാറ്റം മൂലം കഴിഞ്ഞ വർഷം 99 മരണങ്ങളാണ് ഉണ്ടായത്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കർശന ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. 24 ഒമാൻ. ഒമാനിൽ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചാൽ കർശന നടപടിക്ക് വിധേയമാക്കുമെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി. ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന പ്രീമിയം വർദ്ധിപ്പിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇൻഷുറൻസ് ഉയർത്തുന്നതിന് അനുമതി ഒരു ഇൻഷുറൻസ് കമ്പനിക്കും നൽകിയിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഇൻഷുറൻസ് കമ്പനിക്കും അനുമതി നൽകിയിട്ടില്ല എന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി അറിയിച്ചു. അതോറിറ്റി പ്രഖ്യാപിച്ചതും അംഗീകരിച്ചതുമായ വിലകൾ സ്ഥാപനങ്ങൾ പാലിച്ചില്ല എങ്കിൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന ഏതൊരു താരിഫ് മാറ്റങ്ങളും അതോറിറ്റിയെ മുൻകൂട്ടി അറിയിക്കണം. ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റുകൾക്കായി എല്ലാ പോളിസി ഉടമകളോടും പൊതുജനങ്ങളോടും അതോറിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകൾ പിന്തുടരണമെന്ന് ഫൈനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വ്യക്തമാക്കി. തേർഡ് പാർട്ടി മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം ഓഗസ്റ്റ് 1 മുതൽ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞയാഴ്ച പ്രചരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഫൈനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയത്. 24 ഒമാൻ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. നടൻ ഷാനവാസ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ്. പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. അദ്ദേഹം വിടവാങ്ങിയത് 71 വയസ്സാണ്. 71 വയസ്സിലാണ്. തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നിരവധി സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. വൃക്ക രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എന്നുകൂടി റിനു ശ്രീധർ അറിയിക്കുന്നുണ്ട്. മയക്കുമരുന്ന് വിരുദ്ധ അതോറിറ്റിക്ക് രൂപം നൽകി UAE. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ മയക്കുമരുന്ന് വിരുദ്ധ വകുപ്പിന് പകരമായാണ് പുതിയ അതോറിറ്റി. ഷെയ്ഖ് സായിദ് ബിൻ ഹമദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ ആയിരിക്കും അധ്യക്ഷൻ. മയക്കുമരുന്നിനെതിരെ പോരാട്ടം ശക്തമാക്കുകയാണ് UAE.
നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി സ്ഥാപിക്കാനുള്ള ഫെഡറൽ ഉത്തരവാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുറപ്പെടുവിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ മയക്കുമരുന്ന് വിരുദ്ധ വകുപ്പിന് പകരമായാണ് പുതിയ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. UAEയിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ ഇനി പുതിയ അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക. മയക്കുമരുന്ന് കള്ളക്കടത്ത്, വിതരണം എന്നിവയുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും അവയുടെ ശൃംഖലകളെ ഇല്ലാതാക്കുന്നതിനായി പോലീസുമായി സഹകരിച്ച് വകുപ്പ് പ്രവർത്തിക്കും. ഷെയ്ഖ് സായിദ് ബിൻ ഹമദ് ബിൻ ഹംദാൻ അൽ നഹ്യാനായിരിക്കും അധ്യക്ഷൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെ തടസ്സപ്പെടുത്തുക എന്നതാണ് അതോറിറ്റിയുടെ ദൌത്യത്തിന്റെ കാതലെന്ന് അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം ലഹരിക്കെതിരെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലേക്കും അതോറിറ്റി കടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. കൃഷി ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ക്രിയാത്മകമായി ഉപയോഗിച്ച് മികച്ച നേട്ടം സ്വന്തമാക്കി അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി. AI ഉപയോഗത്തിന് ISO സർട്ടിഫിക്കറ്റാണ് സ്ഥാപനം സ്വന്തമാക്കിയത്. ഇതാദ്യമായാണ് UAEയിലെ ഒരു സർക്കാർ സ്ഥാപനം ഈ നേട്ടം കൈവരിക്കുന്നത്. കൃഷി ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ള ISO സർട്ടിഫിക്കേഷനാണ് സ്ഥാപനം കരസ്ഥമാക്കിയത്. AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൃഷി ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സന്നിവേശിപ്പിച്ചാണ് സ്ഥാപനം വ്യത്യസ്തമാകുന്നത്. വിളകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഉൾപ്പെടെ നേരത്തെ കണ്ടെത്താനും വിളനാശം കുറയ്ക്കാനും AIയുടെ ഉപയോഗത്തിലൂടെ സാധിക്കും. അതോടൊപ്പം AIയിലൂടെ പ്രവർത്തിക്കുന്ന സ്മാർട്ട് സ്പ്രേയറുകൾ ഉപയോഗിച്ച് ആവശ്യമുള്ളിടത്ത് മാത്രം കീടനാശിനികൾ പ്രയോഗിച്ച് രാസവസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം കന്നുകാലികൾക്കുൾപ്പെടെ സെൻസറുകൾ ഘടിപ്പിച്ച് രോഗലക്ഷണങ്ങളടക്കം നേരത്തെ കണ്ടെത്തുക, റോബോട്ടുകൾ ഉപയോഗിച്ച് കളകളെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യുക എന്നിവയും പ്രധാനമായും ലക്ഷ്യമിടുന്നുണ്ട്. കൃഷി ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ AI ഉപയോഗിക്കാനുള്ള UAEയുടെ ശ്രമങ്ങളിൽ ഈ നേട്ടം ഒരു പുതിയ ചുവടുവെപ്പാണെന്ന് അധികൃതർ അറിയിച്ചു. 24 ദുബായ്. പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. റിനു ശ്രീധർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഷാനവാസ് ഇന്ന് 11 മണിയോടുകൂടിയാണ് അന്തരിച്ചത്. തിരുവനന്തപുരത്തെ കോസ്മോപൊളിറ്റൻ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അസുഖം മൂർച്ഛിച്ചു. ആശുപത്രിയിലെത്തിയെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതും നമുക്ക് ലഭ്യമാണ്. മലയാള ചിത്രത്തിലടക്കം തമിഴ് ചിത്രങ്ങളിലടക്കം 50ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഇതിഹാസമായിട്ടുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ പ്രേം നസീറിന്റെ മകനാണ് അദ്ദേഹം. മലയാള ചിത്രങ്ങളിൽ ഒട്ടുമിക്ക ചിത്രങ്ങളിലും വലിയ വേഷങ്ങളിൽ അല്ലെങ്കിൽ പോലും അതിപ്രധാനമായിട്ടുള്ള ചില വേഷങ്ങളിൽ തന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ വൈകുന്നേരം 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് ആശുപത്രിയിൽ വൈകുന്നേരത്തോടുകൂടി എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ഉന്മേഷ്, അദ്ദേഹം 1980 അഭിനയ രംഗത്തേക്ക് വന്ന നടനാണ്. 1981 പ്രേമഗീതങ്ങൾ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയുണ്ടായി. 1982 അദ്ദേഹം 6 സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. 1983 എത്തുമ്പോൾ നിരവധി സിനിമകളിൽ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഈ യുഗം പോലെ, മഴനിലാവ് പോലെ, ജസ്റ്റിസ് രാജ, അങ്ങനെ ചില ശ്രദ്ധേയ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. 1984-85 വർഷങ്ങളിലൊക്കെ അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമായിരുന്നു. 2022 അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. 2019 മാർച്ച് 2-ാം വ്യാഴം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പുറത്തു വരികയുണ്ടായി. ജനഗണമനയിൽ അദ്ദേഹം ശ്രീനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. 2022 അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. യുക്രൈൻ സംഘർഷത്തിന് ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയെ വിമർശിക്കുന്ന രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നു. റഷ്യയിൽ നിന്ന് രാസവളങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്ന അമേരിക്കയുടേത് ഇരട്ടത്താപ്പാണ്. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ഇന്ത്യക്ക് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പ്. ഇന്ത്യക്ക് മേൽ ഇറക്കുമതി തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. ഇക്കാര്യം ഉന്നയിച്ച് അബ്ദുൽ ഫത്തേ മഹ്ദി അറ്റോർണി ജനറൽ അബ്ദുൽ സലാം അൽ ഫൂത്തിക്ക് കത്തയച്ചു. വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെച്ചതിൽ നിയമപരമായ അവകാശം നിഷേധിക്കപ്പെട്ടുവെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു.
നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊല്ലപ്പെട്ട തലാൽ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്തേ മഹദി. നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുൾ ഫത്തേ മഹദി അറ്റോർണി ജനറൽ അബ്ദുൾ സലാം അൽ ഹൂത്തിക്ക് കത്തയച്ചു. വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെച്ചതിൽ നിയമപരമായ അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കത്തിൽ അബ്ദുൾ ഫത്തേ മഹദി ചൂണ്ടിക്കാണിക്കുന്നത്. നീതിയും സത്യവും സംരക്ഷിക്കണമെന്നും അതിനായി ശിക്ഷ നടപ്പാക്കുന്നതിന് പുതിയ തീയതി അടിയന്തരമായി നിശ്ചയിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. അനുരഞ്ജനത്തിനോ മധ്യസ്ഥതയ്ക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും വ്യക്തിപരമായി നിരസിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. അതേസമയം തലാലിന്റെ കുടുംബാംഗങ്ങളും പ്രാദേശിക ഭരണാധികാരികളും ഉൾപ്പെട്ട ചർച്ചയിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയിൽ എത്തിയതെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. 24 ഡൽഹി. ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ ജിദ്ദയിൽ തുടക്കമാകും. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നാളെ ജോർദാനെ നേരിടും. പരമാവധി ഇന്ത്യക്കാർ മത്സരം കാണാൻ എത്തണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ അഭ്യർത്ഥിച്ചു. ഓഗസ്റ്റ് 5 മുതൽ 17 വരെ ജിദ്ദയിലാണ് ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി ഹാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഉൾപ്പെടെ 16 ടീമുകൾ മാറ്റുരയ്ക്കും. ഗ്രൂപ്പ് സിയിൽ റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള എതിരാളികളെയാണ് ഇന്ത്യക്ക് നേരിടേണ്ടത്. 35ാം റാങ്കുകാരായ ജോർദാനെയാണ് നാളെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ഇന്ത്യ നേരിടുന്നത്. 76ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഓഗസ്റ്റ് 7 രാവിലെ 11 മണിക്ക് ഇന്ത്യ നേരിടുന്നത് 16 തവണ ചാമ്പ്യന്മാരായ ചൈനയെയാണ്. ഓഗസ്റ്റ് 9 വൈകുന്നേരം 6 മണിക്ക് ആതിഥേയരായ സൗദിയെ ഇന്ത്യ നേരിടും. മേഖലയിലെ പരമാവധി ഇന്ത്യക്കാർ കളി കാണാനെത്തണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി അഭ്യർത്ഥിച്ചു. This is a proud moment for all of us, and I warmly invite our Indian community here in the Kingdom of Saudi Arabia, particularly the Western region, including Jeddah, to come together and cheer for our national team. Your presence, your energy, and your support in the stands will mean the world to our players. Let's cheer loud, let's stand proud, and make the Tiranga fly high. അമേരിക്കക്കാരനായ പരിശീലകൻ സ്കോട്ട് ഫ്ലെമിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. പ്രണവ് പ്രിൻസ്, വൈശാഖ് കെ മനോജ് എന്നിവരാണ് ടീമിലെ മലയാളി സാന്നിധ്യം. മൊയിൻ ബെഗ് ഹഫീസാണ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് ചാമ്പ്യന്മാർ നേരിട്ട് ക്വാർട്ടറിലെത്തും. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിന് അവസരമുണ്ട്. 1997 ശേഷം ഇപ്പോഴാണ് ഫിബ ഏഷ്യ കപ്പ് സൗദിയിൽ നടക്കുന്നത്. 15,000 സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി. vbook.com വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓർമ്മ ഇന്റർനാഷണൽ പ്രസംഗ മത്സരം സീസൺ 3 ഗ്രാൻഡ് ഫിനാലേക്ക് ഒരുങ്ങുന്നു. ഓഗസ്റ്റ് 9 പാലായിലാണ് കലാശക്കൊട്ട്. റെസിഡന്റ് മലയാളീസ് അസോസിയേഷൻ ടാലന്റ് പ്രൊമോഷൻ ഫോറം സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പ്രസംഗ മത്സരം സീസൺ 3 വിജയകരമായ 3 ഘട്ടങ്ങളും പൂർത്തിയാക്കി ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്നു. ഓഗസ്റ്റ് 8-9 തീയതികളിൽ പാലായിലെ സെയിന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. കേരളത്തിന്റെ കൃഷിമന്ത്രി പി പ്രസാദ് ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്യും. പി വിജയൻ IPS മുഖ്യ പ്രഭാഷണം നടത്തും. ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, സംവിധായകൻ ഭദ്രൻ മാട്ടേൽ, ഹാഷ്മി താജ്, 24 ന്യൂസ് എന്നിവർ മുഖ്യ അതിഥികളാകും. ശനിയാഴ്ച രാവിലെ മുതൽ ഫൈനൽ റൗണ്ട് പ്രസംഗ മത്സരവും ഉച്ചയ്ക്ക് ശേഷം അവാർഡ് ദാനവും നടക്കും. അമേരിക്കയിൽ അധ്യാപകനും മോട്ടിവേറ്ററുമായ ജോസ് തോമസ് ചെയർമാനായുള്ള ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറമാണ് പ്രസംഗ മത്സരത്തിന് നേതൃത്വം നൽകുന്നത്. സീസൺ 3-ൽ 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഓർമ്മ ഇന്റർനാഷണൽ ഒരുക്കിയിരിക്കുന്നത്. 24 USA. തസ്വീർ ഫോട്ടോ ഫെസ്റ്റിവൽ ഖത്തർ 2025 അവാർഡുകൾക്ക് നോമിനേഷൻ ക്ഷണിച്ചു. പശ്ചിമേഷ്യയിലും വടക്കേ ആഫ്രിക്കയിലും താമസിക്കുന്ന 18ഉം അതിനു മുകളിൽ പ്രായമുള്ളവരുമായ ഫോട്ടോഗ്രാഫർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അവാർഡ്. അവാർഡിന് പുറമെ പുതിയ അവസരങ്ങൾ, മികച്ച തൊഴിലവസരങ്ങൾ, ശാസ്ത്രീയ പഠനം എന്നിവയ്ക്കുള്ള സാഹചര്യവും ലഭ്യമാക്കും. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 20 വരെയാണ് സമയപരിധി. ഫോട്ടോഗ്രാഫിയിലൂടെ വലിയ കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം വ്യക്തിപരമായ വളർച്ചയും തൊഴിൽപരമായ മുന്നേറ്റവും ഉറപ്പാക്കാനുള്ള വേദിയായി പുരസ്കാരത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് തസ്വീർ ഫോട്ടോ ഫെസ്റ്റിവൽ ഡയറക്ടർ ഖലീഫ അൽ ഒബൈദലി പറഞ്ഞു. ജേതാക്കൾക്ക് 30,000 റിയാൽ ഗ്രാൻഡായി ലഭിക്കും.
സമ്മർ വെക്കേഷനോട് അനുബന്ധിച്ച് റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ കമ്മിറ്റി ഖത്തറിൽ വിദ്യാർത്ഥികൾക്കായി സമ്മർ ഷൈൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷഹാനിയ റെയിൻബോ റിസോർട്ടിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ ബഷീർ പുതുപ്പാടം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ചെയർമാൻ ഉനൈസ് അമാനി അധ്യക്ഷനായിരുന്നു. വേനലവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ സർഗവാസന പരിപോഷിപ്പിക്കാനാണ് ക്യാമ്പ് നടത്തിയത്. ഖത്തറിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആസിഫ് അലി കൊച്ചന്നൂർ, സലീം കുറുകത്താണി, ഹസൻ കൊച്ചന്നൂർ, ഉബാദ സഖാഫി എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. കഫീൽ പുത്തൻപള്ളി സ്വാഗതവും സുറേജ് സഖാഫി നന്ദിയും പറഞ്ഞു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹതയേറ്റുന്ന തിരോധാന കേസുകളിൽ ഇന്നത്തെ പരിശോധന പൂർത്തിയായി. രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ വീടിനകത്തെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന് പിന്നിലെ കുളത്തിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തി. വീട്ടുവളപ്പിൽ അസ്ഥിഭാഗങ്ങളും കൊന്തയും വസ്ത്രങ്ങളും കണ്ടെടുത്തു. സെബാസ്റ്റ്യനുമായി പോലീസ് സംഘം കോട്ടയത്തേക്ക് മടങ്ങി. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിൽ വീണ്ടും അസ്ഥികൾ കിട്ടി. മാർക്ക് ചെയ്ത 10ാം സ്പോട്ടിന് സമീപത്തു നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. ധർമ്മസ്ഥലയിലെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ ബെൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചതായി വിവരാവകാശ രേഖ പുറത്തുവന്നു. അതിനിടെ കേസിലെ മാധ്യമവിലക്ക് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ് ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്ക് ഇന്നുണ്ടായത്. 11ാം സ്പോട്ടിൽ നിന്നാകും പരിശോധന തുടങ്ങിയതെന്ന് കരുതിയെങ്കിലും അന്വേഷണ സംഘം നേരെ എത്തി കാടുകയറി. 11ാം സ്പോട്ടിൽ നിന്ന് 100 അടി മാറി വനത്തിനുള്ളിലായിരുന്നു ഇന്ന് കുഴിച്ചു പരിശോധന. നേരത്തെ മാർക്ക് ചെയ്ത 13 സ്പോട്ടുകളിൽ പെട്ടതല്ല ഇത്. താടിയെല്ലും അസ്ഥികളുമാണ് കണ്ടെത്തിയത്. ബയോസേഫ് ബാഗുകളിൽ പാക്ക് ചെയ്ത ബക്കറ്റിലാക്കിയാണ് അസ്ഥികൾ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. പുത്തൂർ റവന്യൂ AC സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കി. ഇതിനിടെ 15 വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ ബെൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചതായി വിവരാവകാശ രേഖ പുറത്തുവന്നു. തുമ്പില്ലാത്ത കേസുകളിലെ രേഖകൾ എന്ന് കോടതിയെ അറിയിച്ചാണ് ഇവ നശിപ്പിച്ചത്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട 24 ചോദ്യത്തോട് പ്രതികരിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തയ്യാറായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട മാധ്യമവിലക്ക് പരിഗണിക്കുന്നതിൽ നിന്നും ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ സെഷൻസ് കോടതി ജഡ്ജ് വിജയ്കുമാർ റായ് പിന്മാറി. ധർമ്മസ്ഥല ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലായിരുന്നു ഇദ്ദേഹം നേരത്തെ പഠിച്ചിരുന്നത്. കണക്ക് പ്രകാരം 3 സ്പോട്ടുകളിലാണ് ഇനി പരിശോധന നടക്കേണ്ടത്. പക്ഷേ ശുചീകരണ തൊഴിലാളി പറയുന്ന ഇടങ്ങളിലെല്ലാം കുഴിച്ചു പരിശോധന നടത്തിയാണ് നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഈ പരിശോധന എത്ര നാൾ നീളുമെന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹിമാൻ. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞ അർജന്റീനിയൻ ടീം അസൗകര്യം അറിയിച്ചുവെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. എന്നാൽ മെസ്സിയുടെ വരവിനായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 24 എക്സ്ക്ലൂസീവ്. 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. കായികമന്ത്രി വി അബ്ദുറഹിമാന്റെ ഈ പ്രഖ്യാപനം കായിക പ്രേമികളിൽ ഉണ്ടാക്കിയ ആവേശം തെല്ലൊന്നുമല്ല. ഒക്ടോബറിൽ 7 ദിവസം മെസ്സിയും സംഘവും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി ഉറപ്പു നൽകിയത്. എന്നാൽ ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന ഉറപ്പിൽ പണമടച്ചെന്നും തുടർന്ന് ഈ വർഷം വരാൻ കഴിയില്ലെന്ന് ടീം അറിയിച്ചെന്നുമാണ് മന്ത്രി പറയുന്നത്. ഒക്ടോബറിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചത് സ്പോൺസർമാർ. കേരളം ഈ കരാറിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് തർക്കം. കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീമിനെന്നാണ് മന്ത്രി പറയുന്നത്. കരാർ കൃത്യമായാണ് കേരളം പിന്തുടർന്നതെന്നും മന്ത്രി പറയുന്നു. സ്പോൺസർമാരെ തള്ളാനും മന്ത്രി തയ്യാറായിട്ടില്ല. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിൽ പിഴവ് പറ്റിയത് മന്ത്രിക്കോ സ്പോൺസർമാർക്കോ? എന്തായാലും ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ആരാധകരുടെ പ്രതീക്ഷകളാണ് ഇതോടെ അവസാനിക്കുന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി 7ാമത് APJ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ISRO ചെയർമാൻ വി നാരായണന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവാർഡ് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
വികസിത ഭാരതമെന്ന സ്വപ്നത്തിന് നിംസ് മെഡിസിറ്റി നൽകുന്ന സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. നെയ്യാറ്റിൻകര MLA കെ ആൻസലൻ അധ്യക്ഷനായ ചടങ്ങിൽ നിംസ് മെഡിസിറ്റി MDയും നൂറുൽ ഇസ്ലാം സർവകലാശാല പ്രോ ചാൻസലറുമായ MS ഫൈസൽ ഖാൻ ആമുഖ പ്രഭാഷണം നടത്തി. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരനായിരുന്ന M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുന്നണി ചുമതലപ്പെടുത്തിയ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിച്ചതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ഇത് ഭാവിയിൽ കൂടുതൽ ദോഷം ചെയ്യുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. PV അൻവറിനെ വിലയിരുത്തുന്നതിലും വീഴ്ച പറ്റി. അൻവറിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ അവഗണിച്ചു മുന്നോട്ടു പോയത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് വിമർശനങ്ങൾ. 3 ദിവസങ്ങളിലായി പരപ്പനങ്ങാടിയിലാണ് CPI ജില്ലാ സമ്മേളനം നടക്കുന്നത്. 24 തിരൂർ. കന്യാസ്ത്രീകളെ ജയിലിലടച്ചതുകൊണ്ട് എന്ത് കിട്ടിയെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. രാജ്യത്തിന്റെ പേര് പുറം നാട്ടിലേക്ക് മോശമാക്കി. മാനവീയമായി വളർന്ന രാജ്യങ്ങളിൽ മതപരിവർത്തനം പ്രശ്നമല്ല. രാജ്യം നന്നാകണമെങ്കിൽ വിശ്വാസങ്ങൾ ശുദ്ധീകരിക്കണമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ ആ പാവപ്പെട്ട കന്യാസ്ത്രീകളെ 9 ദിവസം ജയിലിൽ പിടിച്ചിട്ട് ആർക്ക് എന്ത് കിട്ടി? പക്ഷേ കുളമെല്ലാം ഒന്ന് കലക്കാൻ പറ്റി, കുറേ ബഹളമെല്ലാം ഉണ്ടാക്കാൻ പറ്റി, കുറേ വിദ്വേഷ പ്രസംഗമൊക്കെ നടത്താൻ പറ്റി. സാമാന്യം നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിന്റെ പേര് അന്താരാഷ്ട്ര തലത്തിൽ മോശമാക്കാൻ പറ്റി എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എൻ്റെ ഒരു വലിയ ചിന്ത, നമ്മുടെ ഈ രാജ്യം കുറച്ചുകൂടെയൊക്കെ നന്നാകണമെങ്കിൽ വിശ്വാസങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് തന്നെയാണ്. വിശ്വാസങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാലേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് മനുഷ്യന് സാധിക്കത്തുള്ളൂ. നമ്മളെ എല്ലാവരെയും നയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളാണ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിലും വളർച്ചയിലും നിർണായക പങ്കുവഹിച്ച നേതാവാണ് ഷിബു സോറൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളെയാണ് ഷിബു സോറന്റെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായത്. ജാർഖണ്ഡിന്റെ 3ാമത് മുഖ്യമന്ത്രിയായ ഷിബു സോറൻ 3 തവണ ആ സ്ഥാനം വഹിച്ചു. 8 തവണ പാർലമെന്റിലെത്തി. 3 തവണ കേന്ദ്ര കൽക്കരി വകുപ്പ് മന്ത്രി. 18-ാം വയസ്സിൽ സജീവ രാഷ്ട്രീയത്തിലെത്തി. സാന്താൾ വിഭാഗത്തിൽ ജനിച്ച ഷിബു സോറൻ നവയുക്ത സംഘ് രൂപീകരിച്ച് ആദിവാസികളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി പോരാടി. ബീഹാറിൽ നിന്ന് വിഭജിച്ച് ജാർഖണ്ഡ് സംസ്ഥാനം വേണമെന്ന ആവശ്യമുയർത്തിയുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചവരിൽ പ്രധാനി. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സ്ഥാപകൻ. 38 വർഷം പാർട്ടിയെ നയിച്ചു. കർഷകരെയും ആദിവാസികളെയും ചൂഷണം ചെയ്ത ഭൂവുടമകൾക്കെതിരെ നിരന്തരം പോരാടി. 1980-ൽ ദുംകയിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലെത്തി. പിന്നീട് മണ്ഡലം JMM ശക്തി കേന്ദ്രമായി മാറി. 3 തവണ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയെങ്കിലും കൊലപാതകം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ പ്രതിയായതിനെ തുടർന്ന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പാർട്ടിയുടെ നിയന്ത്രണം ഷിബു സോറന്റെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായി മാറിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി. പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ശശിനാഥ് ഷായുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ വിചാരണ നേരിട്ടു. 2020 മുതൽ ജാർഖണ്ഡിൽ നിന്നുള്ള രാജ്യസഭാംഗം. മകൻ ഹേമന്ത് സോറൻ നിലവിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. റിസർച്ച് ഡെസ്ക് 24. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.